ഇന്ന് നമ്മൾ ക്രോഷറ്റിന്റെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഗ്രാനി സ്ക്വയർ അത് വെച്ചിട്ട് നമ്മളൊരു ടോട്ട് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ആദ്യം ക്രോഷറ്റിന്റെ ഹാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ക്രോഷറ്റ് ഹാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സും സ്റ്റിച്ചസും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ ലൂപ്പിലൂടെ ഉള്ളിലേക്ക് വലിച്ചിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് ഉള്ളിലൂടെയാണ് യാൺ ഓവർ ചെയ്തിട്ട് ഒരു പ്രാവശ്യം വലിച്ചെടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷറ്റ് ആയി. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഇത് നമ്മൾ ആദ്യം തന്നെ യാൺ ഓവർ ചെയ്ത് ലൂപ്പിന്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് യാൺ ഓവർ ചെയ്ത് ഉള്ളിലൂടെ തന്നെ വലിച്ചെടുക്കുമ്പോൾ 3 സ്റ്റിച്ച് നമ്മുടെ നീഡിലുണ്ടാവും. അത് 3 എണ്ണം കൂടി ഒന്നായിട്ട് വലിച്ചെടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡബിൾ ക്രോഷറ്റ്. ഇത് ഇതുപോലെ യാൺ ഓവർ ചെയ്ത് ഒരു പ്രാവശ്യം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പിൽ 3 സ്റ്റിച്ച് ഉണ്ടാവും. അത് 2 എണ്ണാക്കുക, പിന്നെ 1 ആക്കുക. ഇനി നമ്മൾ അറിയേണ്ടതാണ് ട്രിപ്പിൾ ക്രോഷറ്റ്. അപ്പോൾ 2 പ്രാവശ്യം നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ നമ്മുടെ ചെയിനിലൂടെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് ഇനി നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ഡബിൾ ക്രോഷറ്റ് 2 പ്രാവശ്യമാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് ട്രിപ്പിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. നോർമലായിട്ട് വലിച്ചെടുക്കുമ്പോൾ 2 യാണ് ആദ്യം വലിച്ചെടുത്തിട്ട് ഉള്ളിലൂടെ പിന്നെ 1 യാണ് ഓവർ ചെയ്ത് വലിച്ചെടുക്കുക, പിന്നെ 2 എണ്ണം 1 ആക്കുക. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുന്നതാണ് ട്രിപ്പിൾ ക്രോഷറ്റ്. ഇനി നിങ്ങൾ ഇതിൽ അറിയേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇതിൽ ഒരു സ്റ്റിച്ചും കൂടി ഇടുന്നുണ്ട്. അതാണ് ഡബിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് ഉള്ളിലൂടെ നമ്മുടെ ചെയിനിന്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് ആദ്യം 3 ചെയിൻ ഉണ്ടാവും. ആ ഒരു ചെയിനിനെ നമ്മൾ ഡബിൾ ക്രോഷറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രാവശ്യം വലിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് വലിച്ചെടുക്കുന്നതാണല്ലോ ഡബിൾ ക്രോഷറ്റ്. അപ്പൊ ആ 2 ചെയിൻ അവിടെ ബാലൻസ് വെച്ചിട്ട് 2 സ്റ്റിച്ച് ബാലൻസ് വെച്ചിട്ട് അടുത്ത ചെയിനിലും നമ്മൾ ഇതുപോലെ യാൺ ഓവർ ചെയ്ത് ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ 2 എണ്ണം നമ്മൾ 3 എണ്ണം ആക്കുകയാണ്. അതിനുശേഷം ആ 3 എണ്ണം കൂടി ഒപ്പം വലിച്ചെടുക്കുന്നതാണ് ഡബിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റിച്ചസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പഠിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓരോ സ്റ്റിച്ചും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചും നമ്മുടെ പ്രൊജക്റ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം കാണിച്ചിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോഴും ഏതൊക്കെ സ്റ്റിച്ച് അതിലുണ്ട്, അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചുകൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളിതാ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ ആദ്യം തന്നെ കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. പ്യുവർ വൈറ്റ് കോട്ടൺ യാണ്. ഞാൻ ഏകദേശം 200 ഗ്രാംസ് ആണ് ഈ ഒരു നൂലിന്റെ ആ ഒരു കെട്ടിന് 100 ഗ്രാംസ് ആണ് ഉള്ളത്. അതുപോലെ 2 കോട്ടന്റെ വൈറ്റ് യാണും പിന്നെ നമ്മളൊരു വാട്ടർമെലൺ പിങ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3.75 mm ക്രോഷറ്റ് നീഡിലാണ്. 3.5 ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 2 സ്റ്റിച്ച് മാർക്കറും ഒരു സൂചി ക്രോഷറ്റിന്റെ ആ ഒരു നീഡിലുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്, സൂചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഹാർട്ടിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഗ്രാനി സ്ക്വയറിന്റെ ഹാർട്ട് മാത്രമാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടായിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണണേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 4 ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മള് 4 ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം ആദ്യത്തെ ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ദാ ഫസ്റ്റത്തെ ചെയിനില് നമ്മള് ചെയിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ 3 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 ചെയിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ റൗണ്ടിന്റെ ഉള്ളിലായിട്ട് ബാക്കി 11 ഡബിൾ ക്രോഷറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 12 ഡബിൾ ക്രോഷറ്റ് ആണ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇൻക്ലൂഡിങ് 3 ചെയിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ആ 3 ചെയിന് ഒരു ഡബിൾ ക്രോഷറ്റ്, ബാക്കി 11 ഡബിൾ ക്രോഷറ്റും കൂടി നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഡബിൾ ക്രോഷറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സ്റ്റിച്ചസ് ബേസിക് സ്റ്റിച്ച് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ബാക്കി 11 ഡബിൾ ക്രോഷറ്റും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് നേരം നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ചസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 11 ഡബിൾ ക്രോഷറ്റ് ഇൻക്ലൂഡിങ് നമ്മുടെ 3 ചെയിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ 12 ഡബിൾ ക്രോഷറ്റ് ആണ് ടോട്ടൽ നമുക്ക് ഈ ഒരു ഹാർട്ടിന്റെ ഫസ്റ്റ് റൗണ്ടിൽ വേണ്ടത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം കേട്ടോ, 12 എണ്ണം ഉണ്ടോ എന്നുള്ളത്. ആ 3 ചെയിനിലത്തെ ആ ഒരു ആദ്യത്തെ ചെയിനും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ എണ്ണി നോക്കേണ്ടത്. ഇനി നന്നായിട്ട് ആ റൗണ്ട് ഒന്ന് വലിച്ച് നമ്മുടെ ഈ റൗണ്ട് മൊത്തത്തിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ആദ്യത്തെ 3 ചെയിൻ ഉണ്ടല്ലോ, അതില് ആ മുകൾ ഭാഗത്ത് മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ 3 ചെയിൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അധികം അങ്ങോട്ട് കൺഫ്യൂഷൻ ആവില്ല. അപ്പൊ ആദ്യത്തെ ആ 3 ചെയിനിൽ മുകൾ ഭാഗത്തെ ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ഒരു റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ഹാർട്ട് ഷേപ്പിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ഇട്ടിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരം നമ്മുടെ മൂന്നാമത്തെ സ്റ്റിച്ച്, അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഭാഗത്തുനിന്ന് മൂന്നാമത്തെ സ്റ്റിച്ച് എണ്ണി നോക്കുക. എന്നിട്ട് നമ്മൾ ആ മൂന്നാമത്തെ സ്റ്റിച്ചിൽ ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ 2 പ്രാവശ്യം നമ്മുടെ ക്രോഷറ്റിന്റെ നീഡിലെ യാൺ ഓവർ ചെയ്തിട്ട് സ്റ്റിച്ചിന്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുക. ഇനി നമ്മൾ ആദ്യത്തെ 2 എണ്ണം ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പൊ 3 എണ്ണം ഉണ്ടാവും. പിന്നെ നമ്മളൊന്ന് യാൺ ഓവർ ചെയ്തിട്ട് 2 എണ്ണം ആക്കുക, പിന്നെ 2 എണ്ണം ആക്കുക. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം ഡബിൾ ക്രോഷറ്റ് ചെയ്യാണ്. അങ്ങനെ അതാണ് ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷറ്റ് നമ്മൾ അതേ ചെയിനിൽ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ആദ്യത്തെ 2 ചെയിന് സ്കിപ്പ് ചെയ്യുക, അതായത് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി ഡബിൾ ക്രോഷറ്റ് ഉണ്ടാക്കുന്നത് പോലെയല്ല. അപ്പൊ അതാ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. അപ്പൊ 8 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാല് ആ 8 എണ്ണം ഉണ്ടാക്കിയതിൽ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷറ്റ് ചെയ്യാം. ഇനി അടുത്തതിലും നമ്മളൊരു ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോവാണേ. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചില് ഒരു ഡബിൾ ക്രോഷറ്റ്, അതേ സ്റ്റിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ട്രിപ്പിൾ ക്രോഷറ്റും കൂടി ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് 2 ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ 8 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തു. പിന്നെ അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷറ്റ് വീതം ചെയ്തു. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷറ്റ് ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ താഴ്ഭാഗം വരുന്നത് കേട്ടോ. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ക്രോഷറ്റും ഒരു ഡബിൾ ക്രോഷറ്റും ആ സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഡബിൾ ക്രോഷറ്റും ട്രിപ്പിൾ ക്രോഷറ്റും ആണ് ചെയ്തത്. പിന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ക്രോഷറ്റും ഒരു ഡബിൾ ക്രോഷറ്റും ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷറ്റ്, അതിന്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റിച്ചില് നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്തില്ലേ, 2 ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തു. പിന്നെ അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷറ്റ്, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷറ്റ്,
പിന്നെ നമ്മൾ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷറ്റും ട്രിപ്പിൾ ക്രോഷറ്റും പിന്നെ ഒരു ചെയിന് ഇട്ട് കൊടുത്തു. അതിനുശേഷം അടുത്ത ചെയിനിൽ എന്ത് ചെയ്തു, അടുത്ത സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റും പിന്നെ വരുന്ന 2 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷറ്റ് പിന്നെ വരുന്ന ചെയിനിൽ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷറ്റും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നോ, രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ, ആ ഒരു രീതിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ 2 ചെയിന് നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ 8 ട്രിപ്പിൾ ക്രോഷറ്റ് ഉണ്ടോന്ന് ഒന്ന് എണ്ണി നോക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ 2 ചെയിന് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ ചെയിൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതാ മൂന്നാമത്തെ ചെയിൻ, 2 ചെയിന് സ്കിപ്പ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് ഉണ്ടാവും, അവിടെ നമ്മൾ 2 ചെയിന് സ്കിപ്പ് ചെയ്ത ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, ഈ ഒരു രീതിക്ക്. അപ്പൊ നമ്മുടെ ഹാർട്ട് കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സ്റ്റിച്ചസും അതുപോലെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കാണുന്ന ആ ഒരു കൺഫ്യൂഷന് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ ഒന്നാണ്, ഇതുപോലെ നമ്മളൊരു 12 എണ്ണം ഹാർട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു ഹാർട്ടിന്റെ ഒരു 12 ഹാർട്ട് ആദ്യം ഉണ്ടാക്കി വെക്കുക. നമുക്കൊരു ടോട്ടി ബാഗ് ഉണ്ടാക്കാനാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒരു 12 ഹാർട്ടെങ്കിലും ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് മനസ്സിൽ ഉറച്ചോളൂ കേട്ടോ. അത്രയും സിമ്പിൾ ആയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ആ ലൂപ്പ് ഒന്ന് വലിച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ഒരു ഗ്രാനി സ്ക്വയറിന്റെ പ്രൊജക്ട് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടി കാണിക്കുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്